Hi everybody, SSLC, subject English. So today in this class we are going to discuss the chapter Friends, Romans, Countrymen by William Shakespeare. So just before that, you two Brutus ഈ ഒരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പലപ്പോഴും പലയിടത്തും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. യൂട്യൂബ് ബ്രൂട്ടസ്, അതായത് നമ്മൾ ആരെങ്കിലും ചതിക്കുകയാണെങ്കിൽ, പറ്റിക്കുകയാണെങ്കിൽ, വഞ്ചിക്കുകയാണെങ്കിലൊക്കെ യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രേസ്, ഈ ഒരു ഡയലോഗ് എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വില്യം ഷേക്സ്പിയർ എഴുതിയിട്ടുള്ള ഒരു മനോഹരമായ ഒരു നാടകത്തിൻ്റെ പേര് ജൂലിയസ് സീസർ. ജൂലിയസ് സീസർ എന്ന് പറയുന്ന ആ നാടകത്തിലെ സീസർ എന്ന് പറയുന്ന കഥാപാത്രം പറയുന്ന ഡയലോഗാണ് യൂട്യൂബ് ബ്രൂട്ടസ് എന്നുള്ളത്. അതായത് ബ്രൂട്ടസ്, അതായത് സീസർ തന്നെ കൊല്ലാൻ വന്ന ആൾക്കാരിൽ ബ്രൂട്ടസിനെയും കാണുമ്പോൾ, തൻ്റെ ആത്മമിത്രമായ ബ്രൂട്ടസിനെയും കാണുമ്പോൾ യൂട്യൂബ് ബ്രൂട്ടസ്, നീയുമോ ബ്രൂട്ടസ് എന്ന് ചോദിക്കുകയാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു സോഴ്സിൽ നിന്നാണ് ഈ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഈ ഒരു ഫ്രേസ് പിന്നീട് അങ്ങോട്ട് കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഫ്രേസ് ആയിട്ടുള്ള ഡയലോഗായിട്ടൊക്കെ മാറുന്നത്. ഓക്കെ, എനിവേ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാടകത്തിലേക്കാണ്. ജൂലിയസ് സീസർ, വില്യം ഷേക്സ്പിയർ, ദ നോട്ടബിൾ ഇംഗ്ലീഷ് പ്ലേ റൈറ്റ് ആൻഡ് പോയറ്റ് വില്യം ഷേക്സ്പിയർ, അദ്ദേഹം എഴുതിയിട്ടുള്ള മനോഹരമായൊരു നാടകമാണ് ജൂലിയസ് സീസർ. ഒരു ട്രാജഡിയാണ് ഈ ഒരു ഡ്രാമ, ഒരു ട്രാജഡിയാണ്. ഏകദേശം 5 ആക്റ്റുകളുള്ള ഒരു ട്രാജഡിയാണ് ഈ ഡ്രാമ. ഈ ഡ്രാമയിലുള്ള ഒരു സീനാണ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് ഡെലിവറിയാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഏത്? വൺസ് അഗെയിൻ ദ ടൈറ്റിൽ ഓഫ് ദ ചാപ്റ്റർ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ, അല്ലേ? ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമാൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് ജൂലിയസ് സീസറിൻ്റെ ആ ഒരു നാടകത്തിലുള്ള ഒരു ചെറിയൊരു പോർഷനാണ്. ഇനി ഇത് ആക്ച്വലി ഒരു ഫ്യൂണറൽ സെറിമണിയിൽ അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ യൂളോജി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ ടോക്കാണ്, ഒരു സ്പീച്ചാണ്. അതായത് ജൂലിയസ് സീസർ അവിടെ മരിച്ചു കിടക്കുമ്പോൾ ജൂലിയസ് സീസറിൻ്റെ ഒരു ആത്മമിത്രമായിട്ടുള്ള മാർക്ക് ആൻ്റണി അവിടേക്ക് വരികയും മാർക്ക് ആൻ്റണി ഈ ഒരു സ്പീച്ച് അവിടെ നടത്തുകയും ചെയ്യുകയാണ്. അതായത് ഈ മരിച്ചു കിടക്കുന്ന ജൂലിയസ് സീസറിനെ കുറിച്ച് ഒരു സ്പീച്ച്, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ടോക്ക് അവിടെ നടത്തുകയാണ്. ഇത് ആക്ച്വലി ഒരു വേഴ്സ് ഫോമിലാണ് ഇത് നടത്തുന്നത്, ഒരു പദ്യരൂപത്തിലാണ് ഈ ഒരു ടോക്ക് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ബ്രൂട്ടസ് തൊട്ടരികിൽ ബ്രൂട്ടസ് ഉണ്ട്. ബ്രൂട്ടസാണ് സീസറിനെ കൊന്നിട്ടുള്ളത്, ചതിച്ചു പോകുന്നതാണ് ബ്രൂട്ടസ്. അപ്പോൾ ഈ മാർക്ക് ആൻ്റണി ഈ ഒരു പ്രസംഗം നടത്തുന്നതിന് മുമ്പ് ബ്രൂട്ടസ് അവിടെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. താൻ എന്തിന് സീസറിനെ കൊന്നു എന്നുള്ളൊരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. അതൊക്കെ കേട്ട് ജനങ്ങൾ ബ്രൂട്ടസ് ആണ് ശരി, അയാൾ ചെയ്തതാണ് ശരി എന്ന് വിചാരിച്ചങ്ങനെ നിൽക്കുന്ന സമയത്താണ് മാർക്ക് ആൻ്റണി അങ്ങോട്ടേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു സ്പീച്ച് നടത്തുന്നത്. ആ സ്പീച്ചിൽ ഇൻഡയറക്റ്റ്ലി ബ്രൂട്ടസ് വഞ്ചകനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സ്പീച്ചാണിത്. സീസറിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു സ്പീച്ചാണിത്. സീസർ നല്ലവനാണ് എന്നും ബ്രൂട്ടസ് ആണ് ചതിയൻ എന്നുള്ളതും ജനങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ തന്ത്രപൂർവ്വം ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സ്പീച്ചാണ്, അല്ലെങ്കിൽ ഒരു പദ്യരൂപത്തിലുള്ള ആ ഒരു ഡയലോഗ് ഡെലിവറിയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നോക്കാം. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ ഫസ്റ്റ്. Okay students, so now let's discuss the chapter Friends, Romans, Countrymen by William Shakespeare. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു സ്പീച്ചാണ്, വേഴ്സ് ഫോമിലാണ്, ഒരു പദ്യരൂപത്തിലൊരു സ്പീച്ചാണ്. ഇതിനൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സീസർ കൊല്ലപ്പെട്ടു, ബ്രൂട്ടസ് ആണ് സീസറിനെ കൊന്നത്. അപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സെറിമണിക്ക് വേണ്ടിയിട്ട് അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്, മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാർക്ക് ആൻ്റണി എത്തിയിട്ടുള്ളത്. സോ അദ്ദേഹം നടത്തുന്ന ഒരു സ്പീച്ചാണ്. അവിടെ കൂടി നിൽക്കുന്നവരോട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ്, അദ്ദേഹത്തിന് കൺവേ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഒരു സ്പീച്ച് എന്നുള്ള രീതിയിൽ ഒരു വേഴ്സ് ഫോമിൽ, ഒരു പദ്യരൂപത്തിൽ അദ്ദേഹം പറയുകയാണ്. നോക്കാം. ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ, ലെൻഡ് മീ യുവർ ഇയേഴ്സ്. ഐ കം ടു ബറി സീസർ, നോട്ട് ടു പ്രൈസ് ഹിം.
അതായത് അവിടെ കൂടി നിൽക്കുന്നവരോട് പറയുകയാണ്, സുഹൃത്തുക്കളെ റോമൻ ജനങ്ങളെ, കൺട്രിമാൻ അതായത് നാട്ടുകാരെ എന്നുള്ള മീനിങ്ങിൽ പറയുകയാണ്. ലെൻ മീ യുവർ ഇയേഴ്സ്, അതായത് നിങ്ങളുടെ കാതുകൾ തരൂ, അതായത് ഞാൻ പറയുന്നത് കുറച്ച് നേരം ഒന്ന് കേൾക്കൂ. ഐ കം ടു ബറി സീസർ നോട്ട് ടു പ്രൈസ് ഹിം, ഞാൻ ഇവിടെ സീസറിനെ ബറി ചെയ്യാനായിട്ട് വന്നതാണ്. അതായത് ബറി ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, മറവ് ചെയ്യുക അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ്. നോട്ട് ടു പ്രൈസ് ഹിം, അദ്ദേഹത്തിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് വന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദെം, ദ ഗുഡ് ഈസ് ഓഫൺ ഇൻറ്റേർഡ് വിത്ത് ദയർ ബോൺസ്, സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ. അദ്ദേഹം പറയുകയാണ്, ദ ഈവിൾ ദാറ്റ് മെൻ ഡു ലിവ്സ് ആഫ്റ്റർ ദെം, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ ചെയ്ത തിന്മകൾ ഈ ലോകത്തിൽ ഉണ്ടാകും. അതല്ലെങ്കിൽ ആ തിന്മകൾ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്യപ്പെടും. മരിച്ചു കഴിഞ്ഞാലും ആ തിന്മകളെല്ലാവരും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബട്ട് ദ ഗുഡ് ഈസ്, നല്ല കാര്യങ്ങൾ, OFT അതായത് ഓഫൺ എന്നുള്ളതിൻ്റെ ചുരുക്കരൂപമാണ് കേട്ടോ പലപ്പോഴും. ഇൻറ്റേർഡ് വിത്ത് ദയർ ബോൺസ്, ഈ ഇൻറ്റേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടക്കം ചെയ്യുക, അതല്ലെങ്കിൽ കുഴിച്ചിടുക, മറവ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ബറി ചെയ്യുക എന്നുള്ള സെയിം മീനിങ് ആണ് ഇൻറ്റേർഡ് എന്ന് വെച്ചാൽ. സോ ഇൻറ്റേർഡ് വിത്ത് ദയർ ബോൺസ്, അതായത് ഇത്രയുള്ള ആ സെൻറ്റൻസിൻ്റെ മീനിങ്. അതായത് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മരിച്ച ആൾ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരും അങ്ങ് മറക്കും. നല്ല കാര്യങ്ങളൊക്കെ അയാളുടെ ബോഡിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ അസ്ഥിയോട് കൂടിയിട്ട് മറവ് ചെയ്യപ്പെടും. പകരം അയാൾ ചെയ്ത കുറ്റങ്ങൾ, തിന്മകൾ, അതിനെക്കുറിച്ചായിരിക്കും പല ആൾക്കാരും പറയുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചൊന്നും പലരും ഓർക്കാറില്ല. അതിന് പകരം പലപ്പോഴും തിന്മകളെക്കുറിച്ചിട്ടായിരിക്കും അയാൾ അങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു എന്നുള്ള രീതിയിൽ ഉള്ള സംസാരം ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുകയാണ്. സോ ലെറ്റ് ഇറ്റ് ബി വിത്ത് സീസർ, സീസറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? സീസർ ഒരു നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹം ചെയ്ത കുറേയധികം നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അദ്ദേഹം ഈ മരിച്ച സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം പോവുകയാണ്. പകരം അദ്ദേഹം ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളാണ് പലരും പറയുന്നത് എന്നുള്ളതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അപ്പോൾ ഇതൊക്കെ ബ്രൂട്ടസിനിട്ടുള്ളൊരു താങ്ങാണ് ഇത്. ഓക്കെ, അപ്പോൾ ബ്രൂട്ടസാണ് ഇതിൽ ഈ മാർക്ക് ആൻ്റണി സ്പീച്ച് നടത്തുന്നതിന് തൊട്ട് മുമ്പ് ബ്രൂട്ടസിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രൂട്ടസ് അദ്ദേഹം എന്തിന് സീസറിനെ കൊന്നു എന്നുള്ളത് അദ്ദേഹം ന്യായീകരിക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കുകയാണ് ബ്രൂട്ടസാണ് ശരി എന്നുള്ളത് വിചാരിക്കുകയാണ്. പക്ഷേ മാർക്ക് ആൻ്റണി വന്നിട്ട് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ സ്പീച്ചിലൂടെ ഇൻഡയറക്റ്റ്ലി അദ്ദേഹം അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളിൽ ഒരു ബോധമുണ്ടാക്കി കൊടുക്കുകയാണ്. ബ്രൂട്ടസ് തന്നെയാണ് ചതിയൻ എന്നുള്ളൊരു ഒരു സംഭവം അവരിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. ഈ മരിച്ചു കിടക്കുന്ന സീസർ ഹി വാസ് എ ഗുഡ് മാൻ എന്നുള്ളത് അദ്ദേഹം തൻ്റെ സ്പീച്ചിലൂടെ ഇൻഡയറക്റ്റ്ലി പറയുകയാണ്. സോ ദ നോബിൾ ബ്രൂട്ടസ് ഹാസ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. ഈ നോബിൾ ബ്രൂട്ടസ്, അതായത് ബ്രൂട്ടസിനെ നോബിൾ ബ്രൂട്ടസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നോബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദരണീയനായ അല്ലെങ്കിൽ മഹാനായ, ഗ്രേറ്റ് എന്നുള്ള മീനിങ് ആണ്. സോ ദ നോബിൾ ബ്രൂട്ടസ് ഹാസ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. ഇവിടെ ഈ ഹാത്ത് എന്നുള്ളത് അത് ഓൾഡ് ഇംഗ്ലീഷാണ്, അതായത് ഹാസ് അതല്ലെങ്കിൽ ഹാവ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ദ നോബിൾ ബ്രൂട്ടസ് ഹാസ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്. അപ്പോൾ ഈ അംബീഷ്യസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം അതിമോഹമുള്ള എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ബ്രൂട്ടസ്, നോബിൾ ബ്രൂട്ടസ്, ആദരണീയനായ മഹാനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും സീസർ അംബീഷ്യസ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിമോഹമായിട്ടുള്ള അല്ലെങ്കിൽ അതിമോഹമുള്ള അത്യാർത്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു സീസർ എന്നുള്ളത് മഹാനായ ആദരണീയനായ ബ്രൂട്ടസ് നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ബ്രൂട്ടസിനിട്ടുള്ളൊരു കൊട്ടാണ്. ഓക്കെ, നോബിൾ ബ്രൂട്ടസ് എന്ന് ഇടയ്ക്കിടയ്ക്ക് വിശേഷിപ്പിക്കുന്നത് ഹംബിൾ അല്ലെങ്കിൽ ഹോണറബിൾ ആയിട്ടുള്ള ബ്രൂട്ടസ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഐറോണിക്കലി അദ്ദേഹത്തിനെ തരം താഴ്ത്തൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുത്തി പറയുകയാണ്. ആക്ച്വലി ഹോണറബിൾ അല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ഐറണി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ ദ്രോഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരാളെ കുറിച്ച് ചിലപ്പോൾ പറയും അവൻ നല്ല മനുഷ്യനാണ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ മീനിങ് അയാൾ നല്ല മനുഷ്യനാണെന്നുള്ളതല്ല, അതിൻ്റെ നെഗറ്റീവ് മീനിങ് ആണ്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റീവ് മീനിങ് ആണ്. ഓക്കെ, ഹി വാസ് നോട്ട് എ ഗുഡ് പേഴ്സൺ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ഐറണി കൊണ്ട് കൺവേ ചെയ്യുന്ന സാധനം കേട്ടോ. സോ ഇവിടെ നോബിൾ ബ്രൂട്ടസ് ഹാസ് ടോൾഡ് യു സീസർ വാസ് അംബീഷ്യസ്, ഇഫ് ഇറ്റ് വേർ സോ ഇറ്റ് വാസ് ഗ്രീവിയസ് ഫാൾട്ട്. അപ്പോൾ അതങ്ങനെയാണ് എങ്കിൽ, ബ്രൂട്ടസ് പറഞ്ഞതുപോലെയാണ് എങ്കിൽ ഇറ്റ് വാസ് എ
ഗ്രീവസ് ഫാൾട്ട്. ഗ്രീവസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ദോഷകരമായിട്ടുള്ളൊരു തെറ്റ് തന്നെയാണത്. ബ്രൂട്ടസ് പറഞ്ഞത് ശരിയാണ് എങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്, അതൊരു മിസ്റ്റേക്ക് തന്നെയാണ്. സീസർ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ബ്രൂട്ടസ് പറയുന്നത് ശരിയാണ് എങ്കിൽ, അതായത് സീസർ ഒരു അംബീഷ്യസ് ആയുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളത് പറഞ്ഞ ആ ഒരു കാര്യം അത് ശരിയാണ് എങ്കിൽ അത് തീർച്ചയായിട്ടും സീസറിൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റ് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. ആൻഡ് ഗ്രീവസ്ലി ഹാസ് സീസർ ആൻസേർഡ് ഇറ്റ്. അപ്പോൾ അതിനൊക്കെ സീസർ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഹിയർ അണ്ടർ ലീവ് ഓഫ് ബ്രൂട്ടസ് ആൻഡ് ദ റെസ്റ്റ് ഫോർ ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. സോ ആർ ദേ all honorable men come I to speak in Caesar's funeral. അതായത് അവിടെ നിൽക്കുന്ന ബ്രൂട്ടസ്, അതുപോലെ തന്നെ ബ്രൂട്ടസിൻ്റെ അനുയായികൾ, അവരുടെ ഒക്കെ പെർമിഷനോട് കൂടിയിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. ഞാൻ ബ്രൂട്ടസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് കൂടെയുള്ള ആൾക്കാരുടെയൊക്കെ അനുവാദത്തോടു കൂടി ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ, സീസറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. അതായത് ഐ ടു സ്പീക്ക് ഇൻ സീസേഴ്സ് ഫ്യൂണറൽ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നൈസായിട്ട് ബ്രൂട്ടസിനെ സോപ്പിടുകയാണ്. അപ്പോൾ ബ്രൂട്ടസിന് അറിയില്ല ആക്ച്വലി ഇയാൾ എന്താണ് ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഈ സ്പീച്ചിൽ പറയുന്നത് എന്നുള്ള കാര്യം. അത് ബ്രൂട്ടസിന് എതിരെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം എങ്ങനെ അദ്ദേഹം തുടങ്ങുന്നത്, ആദരണീയനായ അല്ലെങ്കിൽ ഹോണറബിൾ ആയിട്ടുള്ള ബ്രൂട്ടസിൻ്റെയും കൂട്ടാളികളുടെയും അനുവാദത്തോടു കൂടി ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ബ്രൂട്ടസ് വിചാരിക്കുകയാണ്, ഇയാൾ എനിക്ക് ഇത്രയും റെസ്പെക്റ്റ് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഇയാൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്, അപ്പോൾ എന്നെക്കുറിച്ച് നല്ലതായിരിക്കും പറയാൻ പോകുന്നത് എന്നൊക്കെ ബ്രൂട്ടസ് കരുതുകയാണ്. പക്ഷെ അതങ്ങനെയല്ല സംഭവിക്കുന്നത്. ഹി വാസ് മൈ ഫ്രണ്ട്, ഫെയ്ത്ത്ഫുൾ ആൻഡ് ജസ്റ്റ് ടു മീ, ബട്ട് ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്. അദ്ദേഹം പറയുകയാണ്, മാർക്ക് ആൻ്റണി പറയുകയാണ്, ഈ മരിച്ചു കിടക്കുന്ന സീസർ ഹി വാസ് മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തായിരുന്നു, ഫെയ്ത്ത്ഫുൾ വിശ്വസ്തനായ ഒരാളായിരുന്നു, ആൻഡ് ജസ്റ്റ് ടു മീ നീതിമാനായൊരു മനുഷ്യനായിരുന്നു. ബട്ട് ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്. പക്ഷെ ബ്രൂട്ടസ് പറയുന്നു ഇയാൾ അംബീഷ്യസ് ആണ്, അതിമോഹമുള്ള ഒരാളാണ് എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് തീർച്ചയായിട്ടും ഹോണറബിൾ മനുഷ്യനാണ് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർത്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ബ്രൂട്ടസ് ഹോണറബിൾ ആണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബ്രൂട്ടസ് ഹോണറബിൾ അല്ല, ബ്രൂട്ടസ് പറഞ്ഞതെല്ലാം തെറ്റാണ്. ബ്രൂട്ടസ് ഈ സീസറിനെ കൊന്നത് ഒരു സെൽഫിഷ് ആയിട്ടുള്ള മോട്ടീവോട് കൂടിയിട്ടാണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഓക്കെ, കാരണം ജനങ്ങളെല്ലാം ബ്രൂട്ടസ് ചെയ്തതാണ് ശരിയെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. സോ ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ് ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. ഹി ഹാസ് ബ്രോട്ട് മെനി ക്യാപ്റ്റീവ്സ് ഹോം ടു റോം. അപ്പോൾ സീസർ ഒരുപാട് തടവ് പുള്ളികളെയൊക്കെ മോചിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിലേക്ക്, തിരികെ രാജ്യത്തിലേക്ക്, റോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഹൂസ് റാൻസംസ് ഡിഡ് ദ ജനറൽ കഫേഴ്സ് ഫിൽ. ഈ റാൻസം എന്ന് പറയുന്നത് മോചനദ്രവ്യമാണ്. അപ്പോൾ അവരെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ ഒരുപാട് ക്യാഷ്, ഒരുപാട് മണി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മോചനദ്രവ്യം കൊടുത്തിട്ടുണ്ട്. അത് പൈസ തന്നെ ആവണമെന്നില്ല, എന്തും ആവാം. ഡിഡ് ദ ജനറൽ കഫേഴ്സ് ഫിൽ. അതൊക്കെ അവരുടെ ഖജനാവ് അല്ലെങ്കിൽ പണപ്പെട്ടി നിറച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥത്രേ ഉള്ളൂ, ഒരുപാട് പണം ചെലവഴിച്ചിട്ട് പല തടവ് പുള്ളികളെയും പല രാജ്യങ്ങളിൽ നിന്നും പലയിടങ്ങളിൽ നിന്നും നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മളുടെ വീട്ടിലേക്ക്, നമ്മളുടെ റോം എന്ന രാജ്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അതായത് യുദ്ധങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പെട്ട് തടവിലാക്കപ്പെട്ട ഒരുപാട് ആൾക്കാർ, അവരെയൊക്കെ പല മോചനദ്രവ്യങ്ങളും കൊടുത്ത് റിലീസ് ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് സീസർ എന്ന് പറയുകയാണ്. അപ്പോൾ സീസറിൻ്റെ നല്ല കാര്യങ്ങളാണ് പറയണത്. ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്. ഇത് സീസറിനെ അതിമോഹമുള്ള അല്ലെങ്കിൽ അതിമോഹമുള്ള ഒരാളാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണോ? അല്ലെങ്കിൽ ഡിഡ് ദിസ് ഇൻ സീസർ സീം അംബീഷ്യസ്, സീസർ എന്ന് പറയുന്ന അംബീഷ്യസ് ആയ ഒരാളാണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ട്, മോചനദ്രവ്യം കൊടുത്തിട്ട് ഒരുപാട് പേരെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അംബീഷ്യസ് ആയിട്ടുള്ള അതിമോഹമുള്ള ഒരാൾ, പണത്തിനോട് ആർത്തിയുള്ള ഒരാൾ, അത്യാർത്തിയുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് ജനങ്ങളോട്. വെൻ ദാറ്റ് ദ പുവർ ഹാവ് ക്രൈഡ് സീസർ ഹാസ് വെപ്റ്റ്. പാവപ്പെട്ട മനുഷ്യർ കരഞ്ഞ സമയത്ത്, അതായത് അവരുടെ കഷ്ടപ്പാടുകളിൽ അവർ കരഞ്ഞ സമയത്ത് സീസറും കൂടെ വിതുമ്പിയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ എപ്പോഴും പാവപ്പെട്ടവരുടെ കൂടെ ആയിരുന്നു സീസർ എന്നുള്ളൊരു മെസ്സേജാണ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അംബീഷൻ ഷുഡ് ബി മെയ്ഡ് ഓഫ് സ്റ്റേണർ സ്റ്റഫ്. ഈ അംബീഷൻ, ഓവർ അംബീഷൻ, അതിമോഹം, അത്യാർത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനുഷ്യനെ സ്റ്റേണർ സ്റ്റഫാക്കി മാറ്റും, കല്ല് പോലെ സ്ട്രോങ് ആക്കി മാറ്റും.
സ്ട്രോങ് ആൻഡ് ഡിറ്റർമൈൻഡ് ആക്കി മാറ്റും, ദൃഢമായതാക്കി മാറ്റും. പക്ഷെ നമ്മുടെ സീസർ അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കാരണം സീസർ പാവപ്പെട്ട ജനങ്ങൾ കരയുമ്പോൾ സീസറിനും കരച്ചിൽ വരുമായിരുന്നു എന്ന് പറയുകയാണ്. യെറ്റ് ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്. പക്ഷേ എന്നിട്ടും ബ്രൂട്ടസ് പറയുന്നു സീസർ അംബീഷ്യസ് ആയിരുന്നു എന്ന്. ആൻഡ് ബ്രൂട്ടസ് ഈസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് പക്ഷേ ഹോണറബിൾ മാൻ ആണ് കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇതോടെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഒരു റിഫ്രൈൻ പോലെ. റിഫ്രൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റിപ്പീറ്റേഷൻ ഓഫ് ലൈൻ. അപ്പോൾ ഈ ബ്രൂട്ടസ് ഹോണറബിൾ മാൻ ആണ്, ബ്രൂട്ടസ് ഹോണറബിൾ മാൻ ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് അയാൾ ഹോണറബിൾ അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. യു ആൾ ഡിഡ് സീ ദാറ്റ് ഓൺ ദി ലൂപ്പർക്കൽ. ഈ ലൂപ്പർക്കൽ എന്ന് പറയുന്നത് ഒരു പ്ലേസ് ആണ്. ഐ ത്രൈസ് പ്രസൻറ്റഡ് ഹിം എ കിങ്ലി ക്രൗൺ. അപ്പോൾ ലൂപ്പർക്കൽ വെച്ചിട്ട് തന്നെ ഞാൻ 3 പ്രാവശ്യം അദ്ദേഹത്തിന് സീസറിന് കിരീടം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. വിച്ച് ഹീ ഡിഡ് ത്രൈസ് റെഫ്യൂസ്. 3 പ്രാവശ്യം അദ്ദേഹം റിഫ്യൂസ് ചെയ്തു. അപ്പോൾ അത്യാർത്ഥിയുള്ള അതിമോഹമുള്ള ഒരാൾ അങ്ങനെ റിഫ്യൂസ് ചെയ്യുമോ? ഒരു 3 പ്രാവശ്യം ഞാൻ കിരീടം കൊടുത്തപ്പോൾ, രാജാവാകാൻ വേണ്ടി കിരീടം കൊടുത്തപ്പോൾ അയാൾ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്, വേണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഓവർ അംബീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ചെയ്യുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ജനങ്ങളെ എന്ന് ചോദിക്കുകയാണ്. വാസ് ദിസ് അംബീഷൻ? യെറ്റ് ബ്രൂട്ടസ് സെയ്സ് ഹി വാസ് അംബീഷ്യസ്. അങ്ങനെയൊക്കെയാണെങ്കിലും ബ്രൂട്ടസ് പറയുന്നു എന്ത്? സീസർ അംബീഷ്യസ് ആയിരുന്നു എന്നുള്ളത്. ആൻഡ് ഷുവർ, എനിക്ക് ഉറപ്പാണ്, ഹീസ് ആൻ ഹോണറബിൾ മാൻ. ബ്രൂട്ടസ് എന്തായാലും ഹോണറബിൾ മാൻ ആണ്. ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക്. ബ്രൂട്ടസ് എന്താണോ പറഞ്ഞത് അത് ഡിസ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. എന്താ ഡിസ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തെളിയിക്കാതിരിക്കുക അല്ലേ? സോ ഐ സ്പീക്ക് നോട്ട് ടു ഡിസ്പ്രൂവ് വാട്ട് ബ്രൂട്ടസ് സ്പോക്ക് എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഐ സ്പീക്ക്, ഞാൻ സംസാരിക്കുന്നത് എന്തിനല്ല? നോട്ട് ടു ഡിസ്പ്രൂവ്, തെളിയിക്കാതിരിക്കാൻ വേണ്ടിയല്ല. അതായത് ബ്രൂട്ടസ് പറഞ്ഞത് തെളിയിക്കാതിരിക്കാൻ വേണ്ടിയല്ല. ബട്ട് ഹിയർ ഐ ആം ടു സ്പീക്ക് വാട്ട് ഐ ഡു നോ. ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എനിക്കെന്താണ് തോന്നുന്നത്, എനിക്കെന്താണ് പറയാനുള്ളത്, അതാണ് ഞാൻ സംസാരിക്കുന്നത്. ഓക്കെ, ആരെയും ഫേവർ ചെയ്തുകൊണ്ടല്ല, അല്ലെങ്കിൽ ഒന്നും തെളിയിക്കാൻ വേണ്ടിയോ തെളിയിക്കാതിരിക്കാൻ വേണ്ടിയോ അല്ല. യു ആൾ ഡിഡ് ലവ് ഹിം വൺസ്. നിങ്ങളെല്ലാവരും ഈ മരിച്ചു കിടക്കുന്ന ഈ സീസറിനെ ഇഷ്ടപ്പെട്ടിരുന്നു ഒരിക്കൽ. യു ആൾ ഡിഡ് ലവ് ഹിം വൺസ് നോട്ട് വിത്തൗട്ട് കോസ്. ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. വാട്ട് കോസ് വിത്ത് ഹോൾഡ്സ് യു ദെൻ ടു മോൺ ഫോർ ഹിം. അവനെ, അതായത് ഈ മരിച്ചു കിടക്കുന്ന സീസറിനെ ഓർത്ത് വിലപിക്കാൻ നിങ്ങൾക്കിപ്പോൾ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ വിലപിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഓ ജഡ്ജ്മെൻറ്റ് ദോ ആർ ഫ്ലെഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. നീതി എന്നൊന്നും ഇപ്പോൾ ഇല്ല എന്ന് പറയുകയാണ്. നീതിയോട് സംസാരിക്കുകയാണ്. നീതി ഒരു പേഴ്സണായിട്ട് സംസാരിക്കുകയാണ്. ഈ ദോ, THOU, ദാറ്റ് മീൻസ് അതും ഓൾഡ് ഇംഗ്ലീഷാണ്. യു എന്നാണ് അതിൻ്റെ മീനിങ്. നീതിയെ നീ ഓടിപ്പോയിരിക്കുന്നു എന്ന് പറയുകയാണ്. എവിടേക്കാണ് ഓടിപ്പോയിട്ടുള്ളത്? ഫ്ലഡ് ടു ബ്രൂട്ടിഷ് ബീസ്റ്റ്. ബ്രൂട്ടിഷായിട്ടുള്ള ബീസ്റ്റ്, ചെന്നായ്ക്കളുടെ അടുത്തേക്ക്, ബീസ്റ്റിൻ്റെ അടുത്തേക്ക്, മൃഗങ്ങളുടെ അടുത്തേക്ക് നീ ഇപ്പോൾ പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പം നീതി ആരുടെ കൂടെയാണെന്ന് പറയുകയാണ്? നീതി ഇപ്പോൾ ചെന്നായ്ക്കളുടെ കൂടെയാണ്, അല്ലെങ്കിൽ നീതി ഇപ്പോൾ ചതിയന്മാരുടെ കൂടെയാണ്, മൃഗങ്ങളുടെ കൂടെയാണെന്ന് പറയുകയാണ്. അതായത് ആരെ ഉദ്ദേശിക്കുന്നത്? ബ്രൂട്ടസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മെൻ ഹാവ് ലോസ്റ്റ് ദെയർ റീസൺ. ജനങ്ങൾക്ക് അവരുടെ റീസൺ, അവരുടെ ലോജിക്സ്, അവരുടെ ബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുന്നു. ബിയോ വിത്ത് മീ, മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ ദർ വിത്ത് സീസർ. എൻ്റെ ഹാർട്ട് എവിടെയാണെന്ന് പറയുകയാണ്. മൈ ഹാർട്ട് ഈസ് ഇൻ ദ കോഫിൻ. കോഫിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ശവപ്പെട്ടിയാണ്. ഓക്കെ, ശവമഞ്ചം, ശവപ്പെട്ടി. ദർ വിത്ത് സീസർ. അപ്പോൾ സീസറിനെ അടക്കം ചെയ്തിട്ടുള്ള ആ ശവപ്പെട്ടിയിലാണ് എൻ്റെ ഹൃദയമുള്ളത്. അതായത് അതിൻ്റെ അർത്ഥം ഐ ലവ് ഹിം എന്നാണ്. ആൻഡ് ഐ മസ്റ്റ് പോസ് ടിൽ ഇറ്റ് കം ബാക്ക് ടു മീ. ഞാൻ തീർച്ചയായിട്ടും പോസ് ചെയ്ത് നിൽക്കും, തീർച്ചയായിട്ടും ഞാൻ കാത്തിരിക്കും എൻ്റെ ആ ഹൃദയം തിരിച്ചു വരുന്നത് വരെ എന്ന് പറയുകയാണ്. അപ്പം ഞാൻ സീസറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. കാരണങ്ങളുണ്ട്, ഒരുപാടുണ്ട്. അത് ജനങ്ങളെ നിങ്ങൾ മറന്നതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറഞ്ഞ് വഴി തെറ്റിച്ചതാണോ എന്നൊക്കെയാണ് ഈ ഒരു സ്പീച്ചിൽ അദ്ദേഹം ജനങ്ങളോട് ചോദിക്കാനായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ജനങ്ങളോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്രൂട്ടസ് എന്തിനാണ് സീസറിനെ കൊന്നത് എന്നുള്ളത് ജനങ്ങളോട് ന്യായീകരിക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുകയാണ്, ബ്രൂട്ടസ് പറഞ്ഞതാണ് കറക്റ്റ്, സീസർ മരിക്കേണ്ടവനായിരുന്നു, ബ്രൂട്ടസാണ് കറക്റ്റ് എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് സീസറിൻ്റെ ആത്മമിത്രമായ മാർക്ക് ആൻ്റണി വരികയും അദ്ദേഹം ബ്രൂട്ടസിൻ്റെ അനുവാദത്തോടു കൂടിയിട്ട്
സംസാരിക്കുകയും ഒരു ഫ്യൂണറൽ സ്പീച്ച് അവിടെ നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ആ സ്പീച്ചിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ബ്രൂട്ടസിനെ ജസ്റ്റിഫൈ ചെയ്യുക എന്നുള്ളത്, നീതീകരിക്കുക, ന്യായീകരിക്കുക എന്നുള്ളതായിരുന്നില്ല. പകരം മരിച്ചു കിടക്കുന്ന സീസറിനെ ന്യായീകരിക്കുക, അദ്ദേഹത്തിനെക്കുറിച്ച് പറയുക എന്നുള്ളതായിരുന്നു. ബ്രൂട്ടസിൻ്റെ യഥാർത്ഥ മുഖം, അദ്ദേഹത്തിൻ്റെ സെൽഫിഷ് മോട്ടീവ് ജനങ്ങളിൽ വരച്ചു കാണിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട്, ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ യൂലോജി കാറ്റഗറിയിൽ പെടുത്താം, അല്ലെങ്കിൽ ഒരു ഫ്യൂണറൽ ടോക്കാണ്, ഒരു സ്പീച്ചാണ്. ഏത് പദ്യരൂപത്തിലുള്ള ഒരു വേഴ്സ് ഫോമിലുള്ള ഒരു സ്പീച്ചാണ് ആക്ച്വലി ഇത്. ഒരു ഡയലോഗ് ഡെലിവറിയാണ് ഇത് ജൂലിയസ് സീസർ എന്ന് പറയുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ വളരെ പ്രസിദ്ധമായ നാടകത്തിൽ നിന്ന് എടുത്ത ഒരു സീൻ. ആ സീനിലൊരു ഡയലോഗ് ഡെലിവറിയാണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് ഈ ഡയലോഗ് ഡെലിവറി നടത്തുന്നത്? മാർക്ക് ആൻ്റണിയാണ്. മരിച്ചു കിടക്കുന്ന സീസറിൻ്റെ ആത്മമിത്രമായ മാർക്ക് ആൻ്റണി നടത്തുന്ന ഒരു സ്പീച്ചാണ്, ഒരു പ്രസംഗമാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധ്യമാണ്, അല്ലെങ്കിൽ ഒരു മാർഗ്ഗമാണ് ഈ ഒരു ഡയലോഗ് ഡെലിവറി എന്ന് പറയുന്നത്. അരികിൽ ആര് നിൽക്കുന്നുണ്ട്? ബ്രൂട്ടസ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ബ്രൂട്ടസ് ആണ് ആരെ കൊന്നത്? സീസറിനെ കൊന്നിട്ടുള്ളത്, ചതിച്ചു കൊന്നതാണ്. സോ ബ്രൂട്ടസ് തൻ്റെ ന്യായീകരണം, എന്തിനു കൊന്നു എന്നുള്ളതിന് തൻ്റെ ന്യായീകരണം പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിച്ച് ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മാർക്ക് ആൻ്റണി വന്ന് അദ്ദേഹം സംസാരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്പീച്ചിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡയലോഗ് ഡെലിവറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇൻഡയറക്റ്റ്ലി അദ്ദേഹം ആരെ കുത്തുകയാണ്? ബ്രൂട്ടസിനെ കുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള ആ ഒരു മോട്ടീവിനെ, അല്ലെങ്കിൽ എന്തിനു കൊന്നു, അല്ലെങ്കിൽ ഇയാൾ നല്ലതല്ല, അല്ലെങ്കിൽ ഇയാൾ ഈവിളാണ് എന്ന് പറയുന്ന, അതായത് ബ്രൂട്ടസിനെ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യുകയും മരിച്ചു കിടക്കുന്ന സീസർ, ഹി വാസ് എ ഗുഡ് പേഴ്സണാലിറ്റി, ഹി വാസ് ഗുഡ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു ഡയലോഗ് ഡെലിവറിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. Okay, so this is the chapter. Hope students, I hope you understood. By all, thank you.